നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ആരാ നമ്മുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ്? എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കുട്ടിക്കാലം മുതൽ, അതായത് പ്ലേ സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലം മുതൽ തന്നെ നമുക്കെല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരെ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ദൈർഘ്യവും കൂടി വരും. എന്നാലൊരു പ്രത്യേക കാലഘട്ടത്തിലൊക്കെ എത്തിച്ചേരുമ്പോൾ നമ്മൾ പലരും പല വഴിക്കാകും. കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോയെന്ന് വരാം. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു, കോളേജ് പഠനമായി, പിന്നീട് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുത്ത് ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജോലിയൊക്കെ നേടിക്കഴിഞ്ഞിട്ട് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ജീവിതത്തിൽ പലരും പല വഴിക്കെത്തും. അപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെ മനസ്സിലാക്കി നമ്മോട് തിരിച്ചൊരു സമാധാനം പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളെ സമാശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു പഴഞ്ചൊല്ല് പോലുമുണ്ട്. അതും ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാം, ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില സമയങ്ങളിൽ ജീവിതം മുഴുവൻ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഫ്രണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികൾ, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ, അപ്പോൾ അങ്ങനെയുള്ള പലരോടും ഒരു പക്ഷേ നമ്മുടെ സങ്കടങ്ങളോ മനോവിഷമങ്ങളോ ഒക്കെ നമ്മൾ പറഞ്ഞെന്ന് വരും. പക്ഷേ കൂടെ നടക്കുന്ന പലരും അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അവർ നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ജീവിതത്തിൽ മുറിവുകൾ സമ്മാനിക്കുന്നത് പലരുണ്ടാകാം. ആ മുറിവുണ്ടാക്കുന്നവരെക്കാൾ അപകടകാരികളാണ് ഈ മുറിവ് ഉണങ്ങാൻ അനുവദിക്കാതെ കൂടെ നടക്കുന്ന വ്യക്തികൾ. അപ്പോൾ മുറിവുണ്ടാക്കുന്ന ആൾക്കാർ അപകടകാരികളാണെന്ന് നമുക്കറിയാം. അതിനേക്കാൾ ഭയങ്കരമായ അപകടകാരികളാണ് നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ മുറിവ് ഉണക്കാൻ അനുവദിക്കാത്ത നമ്മുടെ സുഹൃത്തുക്കളായി ചമഞ്ഞ് നടക്കുന്ന പലരും. ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് പല വിധത്തിലാണ്. ചിലർ സ്വന്തം നേട്ടങ്ങളിൽ ആനന്ദഭരിതരാകും. മറ്റു ചിലർക്കാണെങ്കിലോ അപരൻ്റെ വീഴ്ചയെ കാണുന്നതാണ് ആനന്ദം. സ്വന്തം ജയത്തിൽ സന്തോഷിക്കുന്നതിൽ ആത്മാഭിമാനവും ക്രിയാത്മകതയും ഒക്കെ ഉണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും അന്യൻ്റെ തോൽവി ആഹ്ലാദകരമായി തോന്നുന്നുവെങ്കിൽ അതൊരു തരം വൈകൃതമാണ്. അത്തരക്കാർ അയൽക്കാരന് വേദനയുണ്ടാക്കി സ്വയം സന്തോഷിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ട് സ്വയം സന്തോഷിക്കും. എല്ലാവരും അന്യൻ്റെ സുഖത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ടായാൽ ഈ നാടിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നും നമ്മളൊക്കെ സുഖത്തിലും സമാധാനത്തിലും ജീവിക്കും. പക്ഷേ അങ്ങനെയൊരു സമൂഹം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. ഇനി അഥവാ അങ്ങനെയൊരു സമൂഹം ഉണ്ടായാൽ ആ സമൂഹത്തിൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനാകില്ല. അപരൻ്റെ ദുഃഖത്തിൽ അനുഭൂതി കണ്ടെത്തുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ എല്ലാം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനേ നമ്മളെക്കൊണ്ട് കഴിയൂ. എങ്കിൽ പോലും നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് വേണ്ടി ഓടിയെത്താൻ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ഒരു കാര്യം തിരക്കാനോ ഒരാവശ്യം പറഞ്ഞാൽ അതൊന്ന് സാധിച്ചു തരാനോ നമുക്ക് വേണ്ടി ഒരു കുറച്ച് സമയം ചെലവഴിക്കാനോ താല്പര്യപ്പെടുന്ന ആരുണ്ടോ അവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. പലവിധ കാരണങ്ങളാലാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മുറിപ്പാടുകൾ മായാതെ നിൽക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ മുറിവുണ്ടാക്കിയവർ സന്തത സഹചാരികളായിരുന്നു. രണ്ടാമത്തെ കാര്യം, മുറിവുണ്ടായപ്പോൾ അവർ തിരിഞ്ഞു നോക്കാതെ നടന്നു. മൂന്നാമത്തെ കാര്യം, അവസരം നോക്കി മുറിവിലേക്ക് അവഹേളനം ചൊരിഞ്ഞു. നാലാമത്തെ കാരണം, ആ വ്രണത്തിൻ്റെ പേരിൽ ഭ്രഷ്ട് കൽപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുടെ പേരിലാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന മുറിപ്പാടുകൾ കാലാകാലം മായാതെ നിൽക്കുന്നത്. ഓരോ മുറിപ്പാടിനും മായാനായിട്ട്
കുറേയേറെ സമയം ആവശ്യമാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണ് പറയാറുള്ളത്. മറ്റൊരാളുടെ ക്ഷതങ്ങളുടെ നീരും നീറ്റലും മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും അതേ ക്ഷതങ്ങളിലൂടെ മറ്റുള്ളവരും കടന്നു പോകണം. പല മുറിവുകളും തനിയെ ഉണങ്ങുന്നതാണ്. അതിനെങ്കിലും അനുവദിക്കണം. വാഹനങ്ങളിലൊക്കെ പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള കിറ്റ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കിറ്റ് വാഹനങ്ങളിൽ മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലും കൊണ്ടു നടക്കണം. വാക്കുകളിലൂടെയോ ഒരു സ്പർശനത്തിലൂടെയോ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരുടെ മനസ്സിന് ഒരാശ്വാസം നൽകാൻ കഴിയുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി മാറും. ഒരു കാര്യം മാത്രം എപ്പോഴും മനസ്സിലോർക്കുക. ആരെയും ഇനി സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും സാരമില്ല. പക്ഷെ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതിരിക്കുക. നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് മുറിവുണ്ടാകുന്നതെന്ന് അറിയില്ലല്ലോ. ആ മുറിവ് നമുക്ക് കഴിയുന്നതും അത് ഒഴിവാക്കാനാകും. നാവ് നമ്മുടേതാണ്, വാക്കുകളും നമ്മുടേതാണ്. അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.